ഇന്ത്യയുടെ അതിരുകൾ ഒട്ടും സമാധാനമില്ലാത്ത രാജ്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ശക്തരായ ജനാധിപത്യമുള്ള വ്യവസായ സൗഹൃദമായ അയൽ രാജ്യങ്ങൾ അത്യാവശ്യമാണ്. നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസ് പോകുമ്പോൾ ആദ്യം പാകിസ്ഥാൻ കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷം അവിടെ നടന്നത് 2000-ഓളം സ്ഫോടനങ്ങളാണ്. 2000-ഓളം, അതായത് ഒരു ദിവസം ആവറേജ് 6-7. കുറച്ചുകൂടെ നമ്മൾ ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ചൈനയായി. നേപ്പാളിൽ ജനാധിപത്യമില്ല, ഇപ്പോൾ അവിടെ ഒരു താൽക്കാലിക ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂട്ടാൻ മാത്രമാണ് നമുക്ക് സൗഹൃദപരമായിട്ടുള്ള ഒരു രാജ്യമായിട്ടുള്ളത്. ഭൂട്ടാനുമായിട്ടുള്ള ഇന്ത്യയുടെ വിദേശ നയം വളരെ തുടക്കത്തിൽ തന്നെ വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു രാജ്യമാണ്. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മ്യാൻമർ, പഴയ ബർമ്മ വർഷങ്ങളായിട്ട് പട്ടാള ഭരണത്തിലാണ്. അത് കഴിഞ്ഞാൽ ബംഗ്ലാദേശ്, ചൈന, ശ്രീലങ്ക, ഇവരാരും നമ്മളുമായിട്ട് യോജിച്ചു പോകുന്നവരോ രാജ്യത്തിൻ്റെ ഏതെങ്കിലും മേൽഗതിക്ക് നമുക്ക് ഉതകുന്നവരുമായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം. ഇതിൻ്റെ കൂടെ നമ്മുടെ ഏറ്റവും ചൂടുള്ള 2 അയൽക്കാരായിട്ട് വന്നിരിക്കുന്നത് പാകിസ്ഥാൻ, ബംഗ്ലാദേശുമാണ്. പാകിസ്ഥാനിൽ നമുക്കറിയാം 4 പിളരാൻ കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ഒരറ്റത്തു നിന്ന് അഫ്ഗാൻ അവരുടെ ഷെയർ ചോദിക്കുന്നു, ബലൂച്ചികൾ അവരുടെ ഷെയർ ചോദിക്കുന്നു, പാക് ഒക്കുപ്പൈഡ് കാശ്മീരികൾ അവരുടെ ഷെയർ ചോദിക്കുന്നു, സിന്ധികൾ പ്രത്യേകിച്ച് മാറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അതിൻ്റെ കൂടെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ഔത്സുക്യം. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമ്മൾ തകർത്തെറിഞ്ഞു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവും അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളും. പഠിച്ചില്ല, അവർ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വിജയ റാലി നടത്തി അവർ ആഘോഷിക്കുകയാണ്. നിങ്ങൾ ഈ ലോകത്ത് ആ ഒരു മറ്റേ വിക്രം വേതാളം പോലെ ഈ വേതാളത്തെ തോളിലേക്ക് നടക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ലോകം മുഴുവൻ നടന്ന് ഈ തെണ്ടിയെ കൊണ്ട് ഞാൻ നടന്ന് തെണ്ടി ഞാൻ തെണ്ടിയായി എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ചത് അവിടുത്തെ ഫീൽഡ് മാർഷലിനെയാണ്. ആ തെണ്ടിയെ കൊണ്ട് ഈ തെണ്ടി ലോകം മുഴുവൻ തെണ്ടാൻ നടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇയാൾ ഈ ലോകത്തോടും പോയി തെണ്ടണ്ട, മര്യാദയ്ക്ക് ഇന്ത്യയിലേക്ക് വരിക, പോയി നാഗ്പൂർ എന്ന് പറയുന്ന ചെറിയൊരു ടൗണുണ്ട്, അവിടെ പോവുക, മര്യാദയ്ക്ക് മോഹൻ ഭാഗവത്ജിയെ കാണുക, ഉള്ള അപരാധങ്ങളെല്ലാം ഏറ്റുപറയുക, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുക. അതോടെ നിങ്ങളുടെ രാജ്യം നല്ല രീതിയിൽ ക്ലച്ച് പിടിക്കും. അല്ലാതെ പാകിസ്ഥാനെ രക്ഷപ്പെടാൻ ലോകത്ത് വേറെ ഒരു രാജ്യത്ത് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ലോകത്ത് ഏത് ബാങ്കിൽ പോയിട്ടും കാര്യമില്ല. നമ്മുടെ ബാങ്കിൽ, നമ്മുടെ അക്കൗണ്ടിൽ പൈസ കിടക്കുന്ന ബാങ്കിൽ പോയാലേ നമ്മുടെ പൈസ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ബാങ്ക് ബാലൻസ് കിടക്കുന്നത് നാഗ്പൂരിലാണ്. നാഗ്പൂരിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ടു പോകാനായാൽ നിങ്ങളുടെ രാജ്യം പച്ച പിടിക്കും. നിങ്ങളെ കൊടിയിലെ പച്ചയല്ല, ചെടിയിലെ പച്ച, അതും കഞ്ചാവിലെ പച്ചയല്ല, നല്ല നെല്ലിലെ പച്ച. അതുണ്ടെങ്കിൽ നിങ്ങളുടെ രാജ്യം നന്നാവും. കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, ചിലവാക്കാൻ പൈസ ഇല്ലാതെ തരിപ്പണമാകുന്ന ഒരു രാജ്യം ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ വീണ്ടും പോവുകയാണ്. ഈ പൊട്ടൻ ഈയിടയ്ക്ക് ഒരു പ്രസ്താവന നടത്തി, ഞങ്ങൾക്ക് ലോക ബാങ്കിന്റെ വായ്പയൊന്നും വേണ്ട, ഞങ്ങൾ യുദ്ധവിമാനങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കിക്കൊള്ളാം. ഇവര് ലോകത്ത് ഏത് രാജ്യത്തിനാണ് യുദ്ധവിമാനം കൊടുക്കാൻ പോകുന്നത്? നമുക്കറിയാം, കൊടുക്കാൻ പോകുന്നത് ബംഗ്ലാദേശിനാണ്. ഇവരുടെ വിമാനം വിശ്വസിച്ച് ലോകത്ത് വാങ്ങിക്കണമെങ്കിൽ അതാകെ വാങ്ങിക്കാൻ പോകുന്ന ഒരേ ഒരു രാജ്യം ബംഗ്ലാദേശ് ആയിരിക്കും. കാര്യം അവർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. ഇനി ഇത് ഇവരുണ്ടാക്കിയ വിമാനങ്ങളാണോ? ഇല്ല, അവിടെ അസംബിൾ ചെയ്ത വിമാനങ്ങളാണ്. എവിടുന്നാണ് ഇത് വന്നത് ചൈനയിൽ നിന്ന്. ചൈനയിൽ വന്ന കളിപ്പാട്ടങ്ങൾ പോലെ ഈ വന്ന കളിപ്പാട്ടങ്ങൾ ലോകത്ത് ഒരു രാജ്യവും വാങ്ങിക്കാത്ത ഈ സാധനങ്ങൾ എടുത്തിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് ബംഗ്ലാദേശിന് മറിച്ച് വിൽക്കാനുള്ള ഒരു കച്ചവട പരിപാടിയാണ് അവിടെ നടത്തുന്നത്. പണ്ടേ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ കച്ചവടത്തിൽ ഭയങ്കര വിദഗ്ധരാണ്. അതുകൊണ്ടാണ് അറബി നാടിൽ നിന്ന് ആൾക്കാർ ഇന്ത്യയിൽ കച്ചവടത്തിനായിട്ട് വന്നതും കേരളത്തിൽ താവളം ഉറപ്പിച്ചതും മലപ്പുറം ജില്ല അവരുടെ കയ്യിൽ കൊണ്ടുപോയതും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കൊണ്ടുപോയതും ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം കൊണ്ടുപോയതും എങ്ങനെയാണെന്ന് നമുക്കെല്ലാം അറിയാം. അങ്ങനെ കച്ചവടം നടത്തി ഈ ചൈനയുടെ യുദ്ധവിമാനങ്ങൾ കച്ചവടം നടത്തി പൈസ ഉണ്ടാക്കാമെന്ന് പറയുന്ന മലപ്പുറം ഗ്രാമിന്റെ ദിവാസ്വപ്നവുമായിട്ട് നടക്കുകയാണ് ഷഹബാസ് ഷെരീഫ്. കൂടെ വേതാളമായിട്ട് ആ തെണ്ടി അസീം മുനീർ എന്ന് പറയുന്ന
ഫീൽഡ് മാർഷൽ. ലോകത്തെ എല്ലാ ഫീൽഡ് മാർഷൽമാർക്കും നാണക്കേടായിട്ടുള്ള ഒരു ഫീൽഡ് മാർഷൽ. എന്തായാലും പാകിസ്ഥാന്റെ ഗതി അധോഗതിയായി. നമ്മുടെയൊക്കെ നാട്ടിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് എല്ലാം പറയാറുണ്ട്, മുസ്ലിം സുഹൃത്തുക്കളോട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഞാൻ പലപ്പോഴും എൻ്റെ വാച്ചിൽ അലാറം വെച്ചിട്ട് തന്നെ ഞാൻ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് പറയും, ഉച്ചയ്ക്ക് ഒന്നിറങ്ങി പോയിട്ട് നമാസ് ചെയ്യാൻ പറയും. അത് ഇന്ത്യയിലാണെങ്കിൽ പറയും, പാകിസ്ഥാനിലാണെങ്കിൽ പറയത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഓരോ ജുമാ നമസ്കാരവും അവരൊരു പേടി സ്വപ്നമാണ്. ഏത് പള്ളിയാണ് പൊട്ടിത്തെറിക്കണമെന്ന് അറിയത്തില്ല. അവിടെ ഹിന്ദുക്കളില്ല, RSS ഇല്ല, മറ്റു സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷേ ഓരോ ജുമയ്ക്കും അവിടെ ഒരു പള്ളി പൊട്ടിത്തെറിക്കും, 10-100 പേര് ചാവും. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് അവർ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. വിതച്ചത് കൊയ്യും എന്നുള്ളത് ബൈബിളിലും ഖുറാനിലും ഹിന്ദുക്കളുടെ പുരാണങ്ങളിലും എല്ലാം ഉണ്ട്. അവർ വിതച്ചു, അവരിപ്പോൾ കൊയ്യുന്നു. അത് 1ആയിട്ടല്ല, 10ആയിട്ടല്ല, 100 ഇരട്ടിയായിട്ട് കൊയ്യുന്നു. പണ്ട് മാസത്തിൽ 1-2 സ്ഫോടനങ്ങൾ കാശ്മീരിൽ നടക്കുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടുന്നുണ്ടായിരുന്നു. ഇത് വർഷത്തിൽ 2000 പടക്കോളം പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നും തോന്നാറില്ല. കാര്യം നമ്മുടെ നാട്ടിൽ ആണ്ടയ്ക്ക് ഒരു ദിവസമാണ് ദീപാവലി, അവിടെ 365 ദിവസം 6 ദീപാവലി വെച്ചിട്ട് നടക്കുകയാണ്. എന്തൊരു ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ രാജ്യം നേരിടുന്നത്. എന്നിട്ടും ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് മുറവിളി കൂട്ടുകയാണ്. നമ്മൾ ചെനാബിൽ പുതിയ ഡാം വരുന്നുണ്ട്, അതോടെ പാകിസ്ഥാനിലേക്കുള്ള വെള്ളം ഒഴുക്ക് പൂർണ്ണമായിട്ടും അവസാനിക്കും. ഇനി നമ്മൾ പടിഞ്ഞാറ് നിന്ന് കിഴക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ബംഗ്ലാദേശ് അവിടെ ഉണ്ട്. ഒരു ഫ്രോഡ് ഉപദേഷ്ടാവ് അവിടെ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ വഹിക്കുന്നുണ്ട്. ചൈനയിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട്, ചൈനയിൽ നിന്ന് കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നുണ്ട്, ചൈനയിൽ നിന്ന് സബ്മറൈൻ വാങ്ങുന്നുണ്ട്, ചൈനയ്ക്ക് വിമാനത്താവളങ്ങളും വ്യോമത്താവളങ്ങളും പിന്നെ നാവികതാവളങ്ങളും വെറുതെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് അപരാധിച്ചോളി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവരുടെ മറ്റൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് അദ്ദേഹം ഇതുവരെയും അവിടെ അധികാരം ഏറ്റെടുത്ത് 1 വർഷമായിട്ടും ഏതെങ്കിലും വിദേശ രാജ്യം നേരെ സന്ദർശിച്ചതായിട്ട് അറിയില്ല. ഇന്ത്യ എന്തായാലും സന്ദർശിക്കില്ല എന്ന് നമുക്കറിയാം. എന്തായാലും അവിടെ ഈ 12-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഈ പോയിന്റിലേക്കാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പാർട്ടിയെ നിരോധിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് എന്തൊരു ആഭാസമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയെ നിരോധിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയിലെ കോടിക്കണക്കിന് വരുന്ന അംഗങ്ങൾക്ക് മത്സരിക്കാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് ഒരു ഇലക്ഷൻ നടത്തുകയാണ്. ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. എന്തായാലും ഇലക്ഷൻ നടക്കുമെന്നും അവിടെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. ഞാനൊരു പെസിമിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം. കാര്യം ആ അധികാരം കൈവിട്ടു പോകാൻ ലോകത്തെ ഈ ഒരു കുറുക്കന് എന്തായാലും താല്പര്യം ഉണ്ടാവില്ല. ആ സമയത്തുണ്ടാകാൻ സാധ്യതയുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ വെച്ച് ഇലക്ഷൻ മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ റിസൾട്ട് മരവിപ്പിക്കുകയോ ചെയ്തിട്ട് ഇദ്ദേഹം വീണ്ടും ഒരു ടൈം കൂടെ തുടരാനാണ് സാധ്യത ഞാൻ കാണുന്നത്. എന്നാൽ ഇനി അവിടെ അധികാരം വന്നു എന്ന് വെച്ച് കഴിഞ്ഞു ഒരു ജനാധിപത്യ ഗവൺമെന്റ് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും അതൊരു ജനാധിപത്യ ഗവൺമെന്റായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. കാര്യം ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ജനാധിപത്യ പ്രക്രിയയ്ക്ക് വെളിയിലായിരിക്കും. അതുകൊണ്ട് വരും നാളുകൾ പോലും ബംഗ്ലാദേശിലെ അശാന്തിയുടെയും അസമത്വത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും തേങ്ങിക്കരച്ചിലുകളുടെയും നാളുകളാണ് ബംഗ്ലാദേശിൽ മുന്നിലുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്തായാലും നമ്മുടെ ഒരു അയൽരാജ്യം എന്നുള്ള രീതിയിൽ ഒരു ജനാധിപത്യ വിശ്വാസം എന്നുള്ള രീതിയിൽ നമ്മൾ അവിടുത്തെ ഗവൺമെൻറ്റിനും ജനങ്ങൾക്കും ശാന്തമായ ഒരു തിരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും ശാന്തമായ ഒരു അധികാര കൈമാറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈന്യം ഗവൺമെൻറ്റിനൊപ്പമല്ല. സൈന്യത്തിൻ്റെ വഴിക്കാണ്, ഗവൺമെൻറ് വഴിക്കാണ്. പാകിസ്ഥാനിലെ സൈന്യം ഗവൺമെൻറ്റിൻ്റെ വഴിക്കാണ് എന്ന് മാത്രമല്ല ഗവൺമെൻറ് എപ്പോഴും സൈന്യത്തിൻ്റെ വഴിക്കാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതുമാതിരി ലോകത്തിൽ നയതന്ത്ര തലത്തിൽ ഒരു വ്യാഖ്യാനമുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും ഒരു പട്ടാളമുണ്ട്. എന്നാൽ പാകിസ്ഥാൻ പട്ടാളത്തിന് ഒരു രാജ്യമുണ്ട്, അത് പാകിസ്ഥാനാണെന്ന് പറയും. കാര്യം പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ കാൽച്ചുവട്ടിൽ കാത്തു കിടക്കുന്ന ഒരു തെരുവ് നായ പോലെയാണ് പാകിസ്ഥാനിലെ ജനതയും ജനാധിപത്യവും. എന്തായാലും ഈ രണ്ട് രാജ്യങ്ങളും സമൃദ്ധിയും സമാധാനവും ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ കൂടെ നമുക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകാമെന്ന് നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കും. പക്ഷേ സ്വപ്നമായിട്ട് മാത്രം അവസാനിക്കും. കാര്യം അശാന്തിയിൽ നിന്നും വൈരത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും മത തീവ്രവാദത്തിൽ നിന്നും ജനിച്ച രണ്ട് രാഷ്ട്രങ്ങളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശ്. അതുകൊണ്ട് അവരുടെ ജാതകം മാത്രമല്ല അവരുടെ തലവിധി നേരെ തിരിച്ചാണ്. എന്നും അശാന്തിയും അസമാധാനവും ഭീകരവാദവും മരണവും തേങ്ങിക്കരച്ചിലും
പല്ലുകടിയും മാത്രമുള്ള രണ്ട് രാജ്യങ്ങൾ നമ്മുടെ രണ്ട് വശത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സഹോദരന്മാരെ മുന്നോട്ട് പോകുക? എന്നാൽ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായ സംഘടനകൾ, ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള സംഘടനകൾ ഇക്കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നുണ്ടോ ഇല്ല, സംസാരിക്കുന്നുണ്ടോ ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് വരത്തില്ല എന്നും ഇന്ത്യയുമായിട്ട് ക്രിക്കറ്റ് കളിക്കില്ല എന്നും പറയുന്നു. പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ക്രിക്കറ്റ് കളിക്കില്ല എന്ന് പറയുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യയിൽ വെച്ച് ഒരു ക്രിക്കറ്റ് താരത്തിൻ്റെ ഒരു മുടി പോലും ആരും പറിച്ചിട്ടില്ല. അതേസമയം ശ്രീലങ്കൻ ക്രിക്കറ്റർമാരെ പാകിസ്ഥാനിലെത്തിച്ച് ഗുരുതി കൊടുക്കുകയായിരുന്നു എന്നുള്ള കാര്യം ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ വരുന്ന ക്രിക്കറ്റർമാർക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാര്യം അത് കൂടുതൽ സുരക്ഷ കൊടുക്കേണ്ടത് ഇന്ത്യ ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. എന്തായാലും നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഒരു വശത്ത് ദീപാവലി നടക്കുന്നു, അടുത്ത ഭാഗത്ത് ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും പരമ്പരായികൾ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.